ചിലർക്കൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും? ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷത്തിനാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. കേരളത്തിൽ പുതിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത്. അവർ പറയുന്നു, ഇത് സംസ്ഥാനത്തിന്റെ പദ്ധതിയല്ല, ഇത് കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരാണ് ഫണ്ട് മുടക്കുന്നത്, കേന്ദ്ര പദ്ധതിയല്ലേ, പതിവ് പോലെ കേന്ദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ പദ്ധതിയായി അവതരിപ്പിക്കുകയാണ് പിണറായി വിജയനും മരുമകനും ചെയ്യുന്നത്. ഇതാണ് പ്രചാരണം. അതിന് ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ്? പത്രങ്ങളിൽ വന്ന പരസ്യമാണ്. പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഇന്ന് പരസ്യം നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി, മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ പരസ്യം വന്നിട്ടുണ്ട്. കേരളകൗമുദി മാധ്യമം, മലയാള മനോരമയിൽ രണ്ടാം പേജിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് വികസനത്തിന് സ്മാർട്ട് റോഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നു, 62 പുതിയ റോഡുകൾ നാടിനെ സമർപ്പിക്കുന്നു. 12 റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത്. ഉദ്ഘാടനം മെയ് 16, മാനവീയം വീഥി, 4:30 PM. ബഹുമുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു എന്നാണ് ഈ പരസ്യത്തിൽ പറയുന്നത്. അധ്യക്ഷൻ PM മുഹമ്മദ് റിയാസ്, മുഖ്യാതിഥികൾ ശ്രീ V ശിവൻകുട്ടി, GR അനിൽ, ശ്രീ MP രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഈ പരസ്യം ഉയർത്തിക്കാട്ടിയിട്ടാണ് പറയുന്നത്, ഇത് പിണറായി വിജയന്റെ പദ്ധതിയല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ എന്താണ് കാര്യം പിണറായി വിജയന്, കേരള സർക്കാരിന്? ഇതിനേറെ പറയുന്നു മുഹമ്മദ് റിയാസിന്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് എന്താണ് കാര്യം എന്നാണ് പറയുന്നത്. എന്നാൽ കേട്ടോളൂ, കാര്യമുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതി 1500 കോടി രൂപയുടെ പദ്ധതി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നഗരങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് തന്നെയാണ്, അല്ല എന്ന് ആരും പറയുന്നില്ല. കേരളത്തിൽ 2 നഗരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കൊച്ചിയും മറ്റൊന്ന് തിരുവനന്തപുരം. ഈ പദ്ധതിക്ക് വേണ്ടി ആകെ ചെലവാകുന്ന തുക കേന്ദ്ര സർക്കാർ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. 1500 കോടി രൂപ. 1500 കോടി രൂപ. ഈ 1500 കോടി രൂപയിൽ എത്ര കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത്? കേന്ദ്ര പദ്ധതിയാണ് എന്നല്ല പറയുന്നത്. 500 കോടി രൂപ. 500 കോടി രൂപ കേന്ദ്രം നൽകുമ്പോൾ 500 കോടി സംസ്ഥാനം വഹിക്കണം, 500 കോടി രൂപ നഗരസഭകൾ വഹിക്കണം, കോർപ്പറേഷൻ വഹിക്കണം വിവിധ പദ്ധതികൾക്ക്. അത് ഏറിയും കുറഞ്ഞും ഇരിക്കും. ഇതാണ് പദ്ധതിയുടെ ഒരു ഘടന. ഈ ഘടന മറച്ചു പിടിച്ചാണ് പറയുന്നത് ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതുപോലെ നഗരസഭക്കും തുല്യ പങ്കാളിത്തമുള്ള പദ്ധതിയാണ്. 1500 കോടി രൂപയാണ് മൊത്തം ചെലവ്. അതിൽ 500 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും. ശേഷിക്കുന്ന 1000 കോടി രൂപ സംസ്ഥാനമുണ്ടാക്കണം. 1000 കോടി രൂപ. ഇനിയിപ്പോൾ ഈ റോഡുകൾ മാത്രം എടുക്കാം. തിരുവനന്തപുരത്തെ റോഡുകൾക്ക് 12 റോഡുകൾക്ക് ചെലവായത് 200 കോടി രൂപയാണ്. ഈ 200 കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് 80 കോടി, സംസ്ഥാനം മുടക്കിയിരിക്കുന്നത് 80 കോടി, നഗരസഭ മുടക്കിയിരിക്കുന്നത് 40 കോടി. എന്ന് വെച്ചാൽ സംസ്ഥാനം മുടക്കിയിരിക്കുന്നത് 120 കോടി രൂപ. 120 കോടി രൂപ സംസ്ഥാനം മുടക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി എങ്ങനെയാണ് കേന്ദ്ര പദ്ധതിയാകുക? ഇനിയിപ്പോൾ കേന്ദ്രമാണ് പണം നൽകുന്നത്, കേന്ദ്ര സർക്കാരാണ് പണം നൽകുന്നത് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ കേരളത്തിന് മാത്രമാണോ കേന്ദ്ര സർക്കാർ പണം നൽകുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ പണം നൽകുന്നതല്ലേ? കേന്ദ്ര സർക്കാരിന് പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആ പണം കേന്ദ്ര സർക്കാർ അച്ചടിച്ചുണ്ടാക്കുകയാണോ? നികുതി പിരിച്ചിട്ടാണ്. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതി, ആ നികുതിയിൽ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം പോലും ലഭിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ തിരിച്ചു നൽകുന്നത് 1 രൂപ 99 പൈസ മുതൽ 2 രൂപ വരെയാണ്. എന്നാൽ കേരളത്തിൽ 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ തിരിച്ചു നൽകുന്നത് 30% മാത്രമാണ് എന്ന് കണക്കുകൾ സഹിതം നേരത്തെ പുറത്തു വന്നതാണ്. എന്ന് വെച്ചാൽ 1 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിക്കുമ്പോൾ ലഭിക്കുന്നത് തിരിച്ച് കേരളത്തിന് വെറും 30 രൂപ മുതൽ 45 രൂപ വരെയാണ് വിവിധ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ. അതാണ് കേന്ദ്രം ചെയ്യുന്നത്. അവിടെയും വിവേചനമാണ്. അവിടെയും കേരളത്തോട് വിവേചനം കാണിക്കുന്നു, അവഗണന കാണിക്കുന്നു. അത് എത്രയോ തവണ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഒരു പദ്ധതി കേരളത്തിന്റെ പണം മുടക്കി, ഭൂരിഭാഗവും പണവും നമ്മൾ മുടക്കി, അത് വിജയകരമായി നടപ്പാക്കി, അപ്പോൾ പറയും ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന്. നേരത്തെ ലൈഫ് മിഷൻ പദ്ധതിയിലും ഇതേ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയ BJP നേതാവ് പറഞ്ഞത് ഇത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് വീട് നിർമ്മാണം എന്ന്. 70,000 രൂപയാണ് കൊടുക്കുക വീട് നിർമ്മിക്കാൻ. 70,000 രൂപയ്ക്ക് കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമോ?
കേരളം കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ് ഒരു വീടിന്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വീട് പണിയാൻ കഴിയില്ല. ശേഷിക്കുന്ന പണം ആരാണോ വീട് നിർമ്മിക്കുന്നത് അവർ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. 70,000 രൂപയ്ക്ക് ഒരു വീടും കേരളത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നു പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് എന്ന്. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രീതിയല്ല. അതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു സംസ്ഥാനത്തിന് പണം അനുവദിക്കുകയും സംസ്ഥാനത്തിൻ്റെ പദ്ധതി നിർവഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. നേരത്തെ സംസ്ഥാനത്തിന് പണം നൽകുമായിരുന്നു, അതിന് കണ്ടീഷൻ ഇല്ലായിരുന്നു. ഇന്ന് കണ്ടീഷൻ വെച്ചിട്ടാണ്, നിബന്ധനകൾ വെച്ചിട്ടാണ് പണം നൽകുന്നത്. നേരത്തെ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രം നൽകുന്ന പണവും കൂടി ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാമായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറ്റി കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കും, പക്ഷേ പണം മുടക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. അതിന് ക്രെഡിറ്റ് അങ്ങ് കൊണ്ടുപോകാൻ ശ്രമമാണ്. അതാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ BJP നേതാക്കളാരും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. അവർക്ക് കാര്യം പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ BJPക്ക് വേണ്ടി ഗോഗോ വിളികളുമായി രംഗത്തിറങ്ങുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത് പിണറായി വിജയന്റെ പദ്ധതിയല്ല, ഇത് മുഹമ്മദ് റിയാസിന്റെ പദ്ധതിയല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഉറപ്പിച്ചു പറയാം, ഇത് കേരളത്തിന്റെ പദ്ധതിയാണ്. കേരളമാണ് ബഹുഭൂരിപക്ഷവും പണം മുടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നേരവകാശികൾ സംസ്ഥാന സർക്കാർ തന്നെയാണ്. കേന്ദ്രം അങ്ങ് മാറി നിന്നാൽ മതി. കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണത്തിൻ്റെ ഒരു 50% കേരളത്തിൽ തന്നിട്ട് തല ഉയർത്തി പറയൂ, ഞങ്ങൾ ഇത്രയും പണം നൽകുന്നുണ്ട് കേരളത്തിന് എന്ന്. അതുപോലും നൽകാതെ എങ്ങനെ കേരളത്തിന് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാം, എങ്ങനെ കേരളത്തെ സാമ്പത്തികമായി വിരിഞ്ഞു മുറുക്കാം, എങ്ങനെ കേരളത്തിന് പണം നൽകാതിരിക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് പരിമിതമായ തുക നിങ്ങൾ നൽകുന്നു. കേരളം അതൊക്കെ അതിജീവിച്ച് ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട തുക കൃത്യമായി പിരിച്ചെടുത്ത് നികുതി പിരിവ് കർശനമാക്കി കേരളം സാമ്പത്തികമായി അച്ചടക്കം പാലിച്ച് വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 62 റോഡുകൾ ഉദ്ഘാടനം ചെയ്യുന്ന റോഡുകൾ. 62 റോഡ് മാത്രമാണോ? എത്ര പാലങ്ങൾ, അതിനപ്പുറത്തേക്ക് എത്ര റോഡുകൾ? തീരദേശ ഹൈവേയും മലയോര ഹൈവേയും നമ്മുടെ മുന്നിലില്ലേ? എന്തിനേറെ പറയുന്നു, ദേശീയപാതയ്ക്ക് വേണ്ടി കേന്ദ്രം സ്വന്തം നിലയിൽ ചെയ്യേണ്ട പദ്ധതിയാണ്. അതിനുപോലും 5000 കോടി രൂപ നൽകേണ്ടി വന്ന അവസ്ഥയാണ് കേരളത്തിനുള്ളത് എന്നുകൂടി ഓർക്കണം. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് 62 റോഡുകൾ നിർമ്മാണം പൂർത്തിയാക്കി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് ചിലരൊക്കെ, പ്രത്യേകിച്ച് BJP നേതാക്കൾ രംഗത്ത് വരുന്നത്. അതിനെ കണക്ക് കൊണ്ടാണ് പൊളിക്കേണ്ടത്. അതാണ് കേരള ജനത ചെയ്യുന്നത്.